ഈ സാദൃശ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച സമയത്ത് കെ നായർ എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചില പരാമർശങ്ങൾ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അയോധ്യ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഈ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കെ നായർ എന്ന മലയാളിയെക്കുറിച്ച് എത്ര പേർക്കറിയാം എന്നെനിക്ക് അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അനുസ്മരിക്കേണ്ട ഒരു സമയം കൂടിയല്ലേ ഇത്? തീർച്ചയായും. കാരണം ഒരുപക്ഷെ കേരളീയരെ സംബന്ധിച്ച് ഇന്ന് ഒരു അഭിമാന നിമിഷം കൂടിയാണ്. ഈ രാംലല്ല ഇത് നടക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അഭിമാനിക്കേണ്ട ഒരു മുഹൂർത്തം തന്നെയാണ്. കാരണം ഇത് രണ്ട് ഒരു കെയിൽ തുടങ്ങി മറ്റൊരു കെയിൽ അവസാനിച്ച ഒരു കഥയാണ്, ഒരു ചരിത്രമാണ് ഈ രാമക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ അയോധ്യയെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. കാരണം ആദ്യം ഇത് കെ നായർ സാറിൽ തുടങ്ങി, പിന്നെ കെ മുഹമ്മദ് സാറിൽ അവസാനിച്ചു. അതാണ് ഇതിന്റെ ഒരു ഫുൾ പിക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ. കാരണം കെ നായരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആലപ്പുഴക്കാരനായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോ ഇദ്ദേഹം ആലപ്പുഴയിൽ പഠിച്ച് പിന്നീട് പ്രാഥമിക വിദ്യാഭ്യാസം ആലപ്പുഴയിൽ കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കോളേജ് അലിഗഡിലും പിന്നെ ലണ്ടനിലും ഒക്കെ കഴിഞ്ഞ് ഇന്ത്യൻ സിവിൽ സർവീസിൽ ജോയിൻ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു കെ നായർ. അപ്പൊ അദ്ദേഹം അവിടുത്തെ മജിസ്ട്രേറ്റ് ആയിരുന്നു അയോധ്യ ഉൾപ്പെടുന്ന പ്രദേശത്തെ. അന്ന് ഈ പറയുന്ന പോലെ 1947 ആ ഒരു കാലഘട്ടത്തില് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു അയോധ്യ. അപ്പോ ആ സ്ഥലത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്നു ഈ പറയുന്ന കെ നായർ സാർ. ഈ നായർ സാറെ സംബന്ധിച്ച് എത്ര മലയാളികൾക്ക് ഒരുപക്ഷെ നമ്മള് ആർക്കും തന്നെ അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധ്യതയില്ല. ഇദ്ദേഹം രാമക്ഷേത്രത്തിനായി 1947-48 കാലഘട്ടത്തിൽ തന്നെ അവിടെ രാമക്ഷേത്രം വേണമെന്ന് വാദിച്ച ഒരു വ്യക്തിയാണ്. അതൊരു മലയാളി. നമ്മളെ സംബന്ധിച്ച് അത് അഭിമാനത്തിന്റെ ഒരു വലിയൊരു ഇത് കൂടി ഉണ്ട് അതില്. അപ്പോ ആ സമയത്ത് അത് നടന്നില്ല. കാരണം ആ സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഇതിന് ചില ഒബ്ജക്ഷൻസ് വെക്കുകയും അതിന് ചരിത്രത്തിലെ ചില രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അത്തരം കാര്യങ്ങൾ നടക്കും. ഒടുവിൽ ഇദ്ദേഹം മനസ്സും അടുത്തിട്ട് 1952 ആവുമ്പോൾ ഇദ്ദേഹം സ്വയം വിരമിക്കുകയാണ് ചെയ്തത് ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്ന്. 1952 വിരമിച്ച് ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെ ഭാരതീയ ജനസംഘ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിൽ ഫോം ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ഇദ്ദേഹം ഒരു വക്കീൽ കൂടിയായിരുന്നു, ബാരിസ്റ്റർ കൂടിയായിരുന്നു. ലണ്ടനിൽ നിന്ന് ബാരിസ്റ്റർ ഇൻ ലോ കൂടിയായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ വക്കീൽ ജീവിതം ആരംഭിച്ചു. തുടർന്ന് അവിടെ നിർധനരായ ഒരുപാട് കുടുംബങ്ങൾക്ക്, ഒരുപാട് പാവപ്പെട്ടവർക്ക് വേണ്ടി ഇദ്ദേഹത്തിന്റെ കഴിവുകൾ പരമാവധി ഉപയോഗിച്ചു. ജനസംഘത്തിന്റെ പ്രവർത്തനവും അതിനോടൊപ്പം തന്നെ തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം അവിടുത്തെ UP ലോയേഴ്സ് അസോസിയേഷനിലേക്ക് പ്രസിഡന്റ് ആവുന്നു. ഉത്തർപ്രദേശ് ബാർ അസോസിയേഷനിലെ മെമ്പർ ആവുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം രാഷ്ട്രീയമായിട്ട് ഒരുപാട് ജനസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഇൻവോൾവ് ചെയ്തു. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കൂടെ ഇദ്ദേഹത്തിന്റെ ഭാര്യയും ശ്രീമതി ശകുന്തള നായർ ഇവരും ഇദ്ദേഹത്തിന്റെ ഈ ജനസംഘ പ്രവർത്തനങ്ങളിൽ വളരെ സക്രിയമായി തന്നെ എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ചെയ്തു. അതിനുശേഷം 67 ഇദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തു. 67 നമ്മൾ ആലോചിക്കേണ്ട ആ ഒരു കാലഘട്ടത്തിന് ജനസംഘത്തിന് വിരലിൽ എണ്ണാവുന്ന, അന്ന് ഏകദേശം 35 MP ഉണ്ടായിരുന്നു ഭാരതീയ ജനസംഘത്തിനെ സംബന്ധിച്ച്. കാരണം അന്ന് തീർച്ചയായും 200, 250, 260ഓളം മെമ്പേഴ്സ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നായിരുന്നു. പിന്നീട് പ്രധാന കക്ഷിയായി മാറിയ സ്വതന്ത്ര പാർട്ടിയായിരുന്നു. സ്വതന്ത്ര പാർട്ടിക്ക് അന്ന് 40-42ഓളം MP ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ജനസംഘം ഉണ്ടായത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് കക്ഷികളും അങ്ങനെ കുറെ കക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വ്യക്തി അദ്ദേഹം ലോക്സഭയിൽ എത്തുകയും ലോക്സഭയിൽ ഇദ്ദേഹം വാജ്പേയി, ബാൽരാജ് മധോക് തുടങ്ങിയ പ്രഗത്ഭരായ ജനസംഘത്തിന്റെ സാമാജികരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മലയാളി. നമ്മളെപ്പോഴും പറയാറുണ്ട് മലയാളികള് ഈ ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദു മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മലയാളികൾ അധികം ഒന്നും ഇല്ലായിട്ട് വടക്കേ ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഒരു പ്രക്രിയയാണ് ഇത്. തെക്കേ ഇന്ത്യയിൽ ഇതിന് സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ സാന്നിധ്യം ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും അറിയേണ്ടത് ഇത്രയും പ്രഗത്ഭരായ സാമാജികരോടൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തി ഈ ജനസംഘത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ
എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന ഒരു വ്യക്തി, ഒരു മലയാളിയാണ്, ഒരു ആലപ്പുഴക്കാരനാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയേണ്ട, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇനിയത്തെ തലമുറ അറിയേണ്ട ചില ചരിത്രത്തിന്റെ കാര്യങ്ങൾ കൂടിയാണ്. ലോക്സഭയിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ മികച്ചായിരുന്നു. ഇനി വേറൊരു കൗതുകരമായിട്ടുള്ള കാര്യം, ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒരേ ടേമിൽ തന്നെയാണ് ലോക്സഭയിലേക്ക് എത്തിയിരുന്നത് എന്നാണ്. 1967 കാലഘട്ടത്തിൽ അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഭാര്യയും ശകുന്തള നായരും പിന്നെ ശ്രീ കെ നായരും രണ്ടുപേരും ലോക്സഭയിലെത്തി എന്നുള്ളത് തന്നെ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ അത്തരത്തിലുള്ള ലോക്സഭയിലെ പ്രതിനിധാനം ചെയ്തതായിട്ട് നമുക്ക് രേഖകളിലുള്ളൂ. അപ്പൊ ആ ലോക്സഭയിൽ ഉടനീളം ഇദ്ദേഹം പിന്നെ അതിശക്തമായിട്ട് സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾക്കെതിരെ വാദിക്കുകയും അങ്ങനെ പല കാര്യങ്ങളും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ അന്ന് ആ കെ നായർ സാർ തുടങ്ങി. അത് അവസാനമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, കെ മുഹമ്മദ് സാർ എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അന്ന് നോർത്തേൺ സോൺ ഡയറക്ടർ ജനറലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമായിട്ടാണ് IGR വിധി വരുന്നത്. അപ്പൊ എല്ലാ തലത്തിലും മലയാളികൾ ഉള്ളത് ഈ രാമക്ഷേത്ര നിർമ്മാണം അല്ലെങ്കിൽ രാമക്ഷേത്ര മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മലയാളികൾ ഉണ്ട്. മലയാളികൾ തന്നെയാണ് അതിലെ പിന്നെ ഇത് സെന്റർ ആയിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ചരിത്രത്തിൽ ഇല്ലാതായി പോയ ഒരു കാര്യം കൂടിയാണ്. അത് വളരെ വിഷമമുള്ള കാര്യമാണ്. ചരിത്രത്തിൽ നിന്ന് എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ നമ്മൾ ഇനിയത്തെ ജനറേഷനെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രത്തിലെ ചില വസ്തുതകളാണ്. ആ ഒരു കാര്യത്തിൽ ഈ ഒരു ദിവസം വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. യെസ്, കെ നായരെ അനുസ്മരിച്ചതിന് നന്ദി ആദർശ.